അൻവർ റഷീദ് എനിക്ക് തോന്നുന്നു 2010 ശേഷം ഇതുവരെ അങ്ങനെ ഒരു മാധ്യമത്തിലൊന്നും അങ്ങനെ സംസാരിച്ച് കേട്ടിട്ടില്ല. അൻവർ റഷീദായിട്ട് ഓർത്തിരിക്കുന്ന ഒരു കോൺവെർസേഷൻ പറയാം അബൌട്ട് സിനിമ. അബുഖാനെ കണ്ടു കഴിഞ്ഞാൽ ഞാനും അബുക്ക് അങ്ങനെ സിനിമ ഒന്നും സംസാരിക്കാറില്ല. ആ, ജോലിയെ കുറിച്ച് സംസാരിക്കും, വിച്ച് സിനിമ, അപ്പൊ എന്താ വരാനുള്ള എന്താണ്, അല്ലെങ്കിൽ കഴിഞ്ഞ എന്താണ്, അല്ലെങ്കിൽ മറ്റേത് എന്തായി, ഇപ്പൊ നീ എന്താ ചെയ്യണേ, അല്ലെങ്കിൽ മറ്റവൻ എവിടെ എന്ന് പറയുന്ന പോലത്തെ കാര്യങ്ങൾ. അതല്ലാതെ വേൾഡ് സിനിമയെ കുറിച്ചോ അല്ലെങ്കിൽ ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയെ കുറിച്ചുള്ള ഫ്ലറിഷിംഗ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷനോ എന്നാ അബുക്കായാലും സമീർക്കായാലും ഇപ്പൊ ഷൈജുക്കായാലും നമ്മളൊക്കെ സംസാരിക്കുമ്പോഴായാലും ഇങ്ങനെ ഈ നിങ്ങൾ ഉദ്ദേശിക്കണ പോലെ തിന്നണത് സിനിമ അങ്ങനെയൊന്നുമല്ല, ഒന്നുമില്ല. ഞങ്ങൾ അങ്ങനെ ഒന്നും വർത്താനം പറയാറില്ല. അത് പറയാറുണ്ടെങ്കിൽ തന്നെ മറ്റേ പപ്സ്, മറ്റേ പഴംപൊരി, നമ്മൾ അങ്ങനത്തെ ആൾക്കാർ തന്നെ. ആമ്പുക്കയും അതേപോലെ നമ്മൾ നാട്ടിലെ കാര്യങ്ങളോ എന്തെങ്കിലും കൂട്ടുകാരെ കുറിച്ചോ അതിനെക്കുറിച്ചൊക്കെ വ്യക്തികളെ കുറിച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് നമ്മളിങ്ങനെ ഇരിക്കുകയുള്ളൂ. ലോക സിനിമയെ മറ്റേ ഡയറക്ടറെ അയാളുടെ മറ്റേ പടം ഉണ്ടാവും. ഓഫ്കോഴ്സ് അങ്ങനത്തെ കോൺവെർസേഷൻസ് ഒക്കെ ഉണ്ടാവണ്ടേ, ഉറപ്പായിട്ടും ഉണ്ട്. പക്ഷെ അതിന് വേണ്ടി ആരും അങ്ങനെ ഇരിക്കാറില്ല. കുറച്ച് സിനിമ ചർച്ച ആവാം, അതിനുവേണ്ടിയൊന്നും ആരും ഇരിക്കാറില്ല. നമ്മൾ ഇരുന്ന് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ സിനിമ വന്നു ഒരു ലൈക്ക് യുനോ ജെന്യൂൻ ആയിട്ടുള്ളൊരു പോയിന്റ് ആരെങ്കിലും എടുത്തിട്ട് അതിന്റെ മുകളിലൊരു കോൺവെർസേഷൻ പോയാലേ ഉള്ളൂ. ലൈഫിൽ ഒരു പോയിന്റ് കഴിയുമ്പോഴേ വേൾഡ് സിനിമയുടെ ഒരു കളക്ഷൻ കൊണ്ടുവന്നിട്ട് നീ സിറ്റി കോഡ് കണ്ടിട്ടില്ലേ? അങ്ങനത്തെ ഒരാളുണ്ടായിരുന്നില്ലേ? അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഞാനത് ഇപ്പൊ റഹ്മാൻ ഇഷ്ടം പോലെ സിനിമ കാണുന്ന ആളായിരുന്നു. പക്ഷെ റഹ്മാൻ ഇന്ത്യൻ കണ്ടന്റ് ആണ് റഹ്മാൻ ഇഷ്ടം. റഹ്മാൻ എപ്പോഴും ഒരു കൊമേഴ്ഷ്യൽ കണ്ടന്റുകളാണ് അവന് കാണാൻ താല്പര്യം. ഓഫ് ബീറ്റ് ഒക്കെ ആണെങ്കിൽ പുള്ളി നല്ലതാണെങ്കിലും പുള്ളി ഇച്ചിരി ഓഫ് ബീറ്റ് ആണെങ്കിൽ ഇത് കാണേണ്ടതായിട്ടുള്ള ആവശ്യമുള്ളതുകൊണ്ട് മാത്രം പുള്ളി എന്നെ കടിച്ചു പിടിച്ചൊക്കെ ഇരുന്ന് കാണാന്നല്ലാതെ പുള്ളി എൻജോയ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ കാണുമായിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൈജു ഖാൻ്റെ ബിഗ് കളക്ഷൻ ഉണ്ട്, ബിഗ് കളക്ഷൻ. അത് ഷൈജു ഖാൻ്റെ ഒരു ഹാർഡ് ഡിസ്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അതിലോ ഇങ്ങനെ എൻ്റെ ഏറ്റവും വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ലൈബ്രറിയാണ്. അതിൽ ലിജോ എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ട്, ആഷിഖ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ട്, അമൽ എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ട്, പിന്നെ അമ്പു എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്താലും മിനിമം ഒരു 550 പടം ഒരു ഫോൾഡറിൽ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഓരോരുത്തരുടെ കളക്ഷൻസാ. അപ്പോൾ ഇവരുടെയൊക്കെ ടേസ്റ്റുകൾ നമുക്കിങ്ങനെ കാണാം. അല്ലെങ്കിൽ ഇവരൊക്കെ കാണുന്നത് എന്താണ്, ഏതെങ്കിലും ഒരു പടമൊക്കെ ഇട്ട് കാണുമ്പോൾ ഇവരുടെ പടത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഷാഡോടെ വന്ന് ഇങ്ങനെ മിന്നിപ്പോകുന്ന പോലെയൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഞാൻ അതിൽ നിന്ന് ഒരുപാട് സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഷൈജു ഖാൻ ഈസ് പിന്നെ ഹാർഡ്കോർ ഫിലിം ബഫ്. ദിസ് വാച്ചിങ് എന്ന് പറഞ്ഞാൽ പുള്ളി ഇരിക്കൂടോ, പുള്ളി ഒന്നും ചെയ്യില്ല. പുള്ളി ഇങ്ങനെ തപസ് ഇരിക്കണ പോലെ ഇരുന്ന് ഇങ്ങനെ കാണും സാധനം. അതാണ് പുള്ളിയുടെ പ്രിപ്പറേഷൻ. എന്തിനു വേണ്ടിയും പുള്ളി സമയമെടുത്ത് ഇരുന്ന് പുള്ളി എല്ലാം ഇരുന്ന് കാണും. ഇപ്പം ഈ കണ്ട ലൈബ്രറികളിൽ തന്നെ എനിക്ക് എൻ്റെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ലിജോ എന്ന് പറയുന്ന ഫോൾഡറാണ്. മിക്കവാറും ഫിലിംസ് വരുന്ന കുറച്ച് റീജിയൻസ് നമുക്കറിയാലോ. ഇതൊന്നും അല്ലാത്ത ഒരു പ്രോപ്പർ ഫിലിം ഇൻഡസ്ട്രി പോലും ഇല്ലാത്ത ചില രാജ്യങ്ങളിൽ നിന്ന് സ്മോൾ സ്കെയിൽ സിനിമകളൊക്കെ ഫെസ്റ്റിവലിന് വരും. ഈ ഭാഷ പോലും നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല, ഇങ്ങനെ ഒരു കൺട്രി ഉണ്ടെന്ന് പോലും നമുക്ക് അപ്പോഴായിരിക്കും അറിയുന്നത്. അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ചെറിയ ചെറിയ പടങ്ങളൊക്കെ ഫെസ്റ്റിവലിനൊക്കെ എല്ലാ വർഷവും വരും കുറച്ചൊക്കെ. അങ്ങനെയുള്ള കളക്ഷൻസ് ഉണ്ട് ലിജോന്റെ ഫോൾഡറിൽ. പല ഒരു പടം ഞാൻ നോക്കിട്ടെ, അത് ഏത് ഭാഷ പറയുന്നത് ഭാഷ. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇവരൊക്കെ ഇത് ഇപ്പോഴല്ലടാ, ഇതിപ്പോ യൂട്യൂബിൽ കിട്ടുമായിരിക്കും. ഇത് ഇവരെങ്ങനെ സോഴ്സ് ചെയ്ത്, ആ ഇൻട്രസ്റ്റും വേണ്ടേ, ഇപ്പൊ കാണാൻ ആഗ്രഹമുണ്ട്, എന്ത് കാണണമെന്നും കൂടെ ഉള്ളൊരു ഐറ്റം വേണ്ടേ, വിച്ച് ഇസ് ഗുഡ് ആൻഡ് വിച്ച് ഇസ് ബാഡ് എന്നുള്ളൊരു ധാരണ ഉണ്ടായാലല്ലേ അത് നടക്കുള്ളൂ. അതിന് ശേഷം ഇത് സോഴ്സ് ചെയ്യുക. ലിജോന്റെ പടങ്ങളും കണ്ടിട്ടില്ലേ, ഹീ ഈസ് ക്രേസി. പുള്ളി കാണുന്നത് അങ്ങനത്തെ പടങ്ങളാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാം ദഹിക്കൂല, ചിലതൊക്കെ നമ്മള് ട്രഷ് ചെയ്യും. എന്തായിരുന്നു അമൽനീരത്തിന്റെ സെറ്റിലുണ്ടായിരുന്നത്? മോസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് സിനിമകളാണ്, ഹിസ്റ്ററി ഓഫ് വയലൻസ് ഒക്കെ പോലെ അങ്ങനത്തെ കുറച്ച് പടങ്ങളാണ്.
എൻ്റെ ലൈഫിൽ എന്നെ ഏറ്റവും കൂടുതൽ എന്നെ പിടിച്ച് ഒലച്ച ഒരു സിനിമ, ഞാനൊരു പടം കണ്ട് എല്ലാ തരത്തിലും ദി നമ്പർ 1 എന്ന് എനിക്ക് തോന്നിയൊരു സിനിമ എന്ന് പറയുന്നത് ഇൻസെൻറ്റീവ്സ് ആയിരിക്കും. നമ്മുടെ ഡൂണിൻ്റെ ഡയറക്ടറിൻ്റെ ഇൻസെൻറ്റീവ്സ്. അതായത് ഒരു 1-2 മാസം എന്നെ ഡിസ്റ്റർബ് ചെയ്തായിരുന്നത്. ഓവർ 2 months I was disturbed because of that movie. അത് ഷൈജുക്ക പറഞ്ഞിട്ട് ഞാൻ കണ്ടതാണ്. എടാ ഈ പടം ഒന്ന് കണ്ടു നോക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടതാണ്. അത് ആ കണ്ടത് അമലേട്ടൻ്റെ ഫോൾഡറിൽ നിന്നാണ്. ഞാൻ എൻ്റെ ലൈഫിൽ കണ്ട ഏറ്റവും ബെസ്റ്റ് സിനിമ കണ്ടിരിക്കുന്നത് ഫ്രം ഹിസ് ലിസ്റ്റ്, മിസ്റ്റർ അമൽ നീരജ് ലിസ്റ്റ്. പുള്ളിക്ക് ഇതൊന്നും അറിയില്ല, പുള്ളി അതിനൊരു കാരണമായിട്ടുണ്ട്. ബട്ട് അമലേട്ട ദിസ് മച്ച് ഡിഫറൻസ് ഇറ്റ് മേക്സ് വെൻ യു ഡു സംതിങ്. ഓൾഡ് ബോയ് ഇപ്പൊ എന്താ ചെയ്തത്? That is like more like my kind of cinema. എനിക്ക് അങ്ങനത്തെ കൾട്ടാണല്ലോ, മാസാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസാണ്. നമ്മൾ നേരത്തെ ഈ സ്റ്റീരിയോ ടൈപ്പ് മാസിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഇത് ബിഗ് ബി പോലെയാണത്. മുണ്ടാതെ മാസ് എന്ന് പറയുന്ന പോലെ ഒരു കൾട്ട് മേക്കിംഗ് ആണ്. ലവ്ഡ് ഇറ്റ് എ ലോട്ട് ഓഫ് തിങ്, എസ്പെഷ്യലി ദ സിനിമാറ്റോഗ്രഫി ആസ് യു നോ ആൻഡ് ദ റൈറ്റിംഗ് പാർട്ട്. ഇങ്ങനത്തെ കോൺസെപ്റ്റ് ഒക്കെ ആയിട്ട് വരണ്ടേ, വന്നു, നിനക്ക് വിശ്വാസമായി. സത്യം പറ, നീ ഒരാളുടെ അടുത്ത് പിച്ച് ചെയ്യാൻ പറഞ്ഞ എങ്ങനെ പിച്ച് ചെയ്ത് തീർക്കുക? പിച്ച് ചെയ്താൽ പോരല്ലോ, വി ഹാവ് ടു സെൽ ദാറ്റ് ഐഡിയ ടു ദാറ്റ് ഗൈ. നോ, അത് സെല്ല് ചെയ്യാനൊക്കെ എനിക്ക് തോന്നുന്നില്ല, അവരത്രയും മിടുക്കന്മാരായിരിക്കും. വി ആർ നോട്ട് ദാറ്റ് ഗ്രേറ്റ്നെസ്. പേഴ്സ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് കണ്ടപ്പോൾ എന്താ തോന്നി? എനിക്ക് ഭയങ്കര ഇഷ്ടമായ പടമാണ്. പക്ഷെ എനിക്ക് സങ്കടപ്പടങ്ങളേ ഇഷ്ടമല്ലാഞ്ഞിട്ട് എനിക്ക് സങ്കടം വരണോണ്ടാ. I love the movie Pursuit of Happiness. അത് actors Will Smith and his son Jaden and Will killed it എന്നുള്ളതാണ്. ഈക്വലി അവൻ കരാട്ടെ കിട്ട് ചെയ്യുന്നതിനേക്കാൾ താഴെ എന്ത് പ്രായം ഉണ്ടോ അത് ചെയ്യുമ്പോൾ. ഭീഷ്മപർവത്തിന് ശേഷമേ ആക്ഷൻ റോബോട്ടിക് ക്യാം ഉണ്ടല്ലോ, അത് കുറേ പടത്തിൽ വരുന്നുണ്ട്. ചില പടത്തിൽ അത് അങ്ങനെ തന്നെ ഷൂട്ട് ചെയ്യണോ എന്നുള്ള ചോദ്യം പല ആളുകളും റിവ്യൂ ആയിട്ടും റൈറ്റപ്സ് ഒക്കെ ആയിട്ടും വരുന്നുണ്ട്. ഒരു എക്യുപ്മെന്റ് വന്നാൽ അത് കുറേ ഓവർ യൂസ് ആവുന്നുണ്ട്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എക്സ്ക്ലൂസീവായിട്ട് വരുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ, ഒന്നാമത്തെ കാര്യം നമ്മൾ കൊമേഴ്ഷ്യൽ സിനിമയിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഈ ഇൻഡസ്ട്രിയിലെ ടെക്നീഷ്യൻസ് അല്ലെങ്കിൽ ആക്ടേഴ്സും നമ്മുടെ സിനിമയെ നോക്കി കാണുന്ന പോലെയല്ല. എസ്പെഷ്യലി ഇൻ ഹൈദരാബാദ് ആൻഡ് ഓൾ, അവർ ഇൻഡസ്ട്രിയെ നോക്കി കാണുന്നത്, അവർ ഇറ്റ്സ് ഓൾ നമ്പേഴ്സ് ഫോർ ദം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ ഒരു സീൻ, ഇറ്റ്സ് എ ബിഗ് സീൻ എന്നിരിക്കട്ടെ, ഇപ്പോൾ ഒരുപാട് സീൻസ് ഇങ്ങനെ പോകുന്നു, നീയാണ് ഡയറക്ടർ, ഒരു ബിഗ് സീൻ എന്തോ ചെയ്യണം എന്ന് തൻ്റെ മനസ്സിലുണ്ട്, അതിനെങ്ങനെയോ ട്രീറ്റ് ചെയ്യണം, നന്നാക്കണം. ഇതെങ്ങനെ നന്നാക്കും? പുള്ളി പറയണത് റോബോട്ടിക് ആം കൊണ്ടുവന്നാൽ നന്നാവും എന്നാ പറയണേ. ഇന്ന സ്ഥലത്ത് മറ്റേ സീൻ അവിടെയാണ് ഷൂട്ട് ചെയ്യണം, നമുക്ക് അവിടെ എന്തായാലും മറ്റേ ബോൾട്ട് വേണം. ഐ ഡോണ്ട് ഈവൻ നോ ദ സീൻ. ആ സീൻ നമുക്കൊന്ന് ചർച്ച ചെയ്യാണ്ട് വന്നിട്ടല്ലേ ബോൾട്ടല്ല, നമുക്ക് ഹെലികോപ്റ്റർ വരെ കൊണ്ടുവരാം. എന്താ ചെയ്യേണ്ടത്? അതുകൊണ്ട് വന്നിട്ട് അങ്ങനെയുള്ള ഓവർ യൂസും മിസ്യൂസും എല്ലാം ഒരുപാട് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ബിഗ് സെറ്റപ്പ് ആണെങ്കിൽ ഇത് വേണം എന്നുള്ളൊരു നയത്തിലേക്കൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ബോംബെയിലൊക്കെ. ബൈജാൻ വരുമ്പോൾ ഇത് 2 ട്രാക്കിലിട്ട് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഹാപ്പിയാണ്. പ്രൊഡക്ഷൻ വാല്യൂ ഒക്കെ തോന്നുന്നു, അതൊക്കെ നടക്കുന്നുണ്ട് മാൻ. റെസ്പെക്ട് കാണിക്കാൻ വേണ്ടിയിട്ട് എക്സ്പോസ് ഇറ്റ് ഓർ ലൈക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. ബട്ട് അങ്ങനെയുള്ള ഒരുപാട് കോമഡീസ് ഒക്കെ എല്ലാ ഇൻഡസ്ട്രിയിലും നടക്കുന്നുണ്ട്. നമ്മളാണത് ചെയ്യാത്തത്, വേറൊന്നുമല്ല, നമ്മൾ പൈസ ഇല്ലാത്തതുകൊണ്ടാ, അത്രയും കാശൊന്നും ഇല്ലാത്തതുകൊണ്ടാ. പിന്നെ നമ്മളായാലും ഇവിടെ അങ്ങനെ ഒരു ഊവണ്ടവാ പോലത്തെ പാട്ടോ ഇതോ നമുക്ക് ആഗ്രഹവും ഇല്ലല്ലോ. ഈ മലയാള പടത്തിൽ ആ ഒരു ഊവണ്ട ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചൻ, വേണ്ട, അത് അവിടെ ഉണ്ട്, നമ്മളത് കണ്ടോളാം അല്ലേ. നമുക്ക് ആ ഒരു ടേസ്റ്റ് ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഇവിടെ അത് എന്തോ വേണ്ട എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ നായകന്റെ. പക്ഷെ അറിഞ്ഞോ അറിയാതെയോ അത് ഗുണം ചെയ്യുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് വി ബീയിങ് സെൻസിബിൾ, പ്രേക്ഷകനായാലും ഫിലിം മേക്കർ ആയാലും ബൈ ഓൾ ദിസ് ടൈം കുറച്ചുകൂടെ സെൻസിബിളായി എന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. ഗുഡ്, ഇനി അങ്ങനെ തന്നെ പോട്ടെ. അസിസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഈ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും മെയിലിലും ഒക്കെ അയക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാവുമല്ലോ, ആസ്പയറിംഗ് സിനിമാറ്റോഗ്രാഫേഴ്സ്. അവരോട് എങ്ങനെയാ ഫീഡ്ബാക്ക് പറയാം? ഇങ്ങനെയുള്ള ഒരുപാട് പിള്ളേർ എന്നെ മെസ്സേജ് ചെയ്യാറുണ്ട്. അതായത് ജെന്യുവൻ ആയിട്ടുള്ള പിള്ളേർ കേട്ടോ. നമ്മുടെ ന്യൂ ഫിലിം സ്കൂളായാലും അതേപോലെ കൊച്ചിയിലുള്ള പല ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും, ഇപ്പോൾ ചെന്നൈയിൽ നിന്നാണെന്നുണ്ടെങ്കിലും ബോംബെയിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് പിള്ളേർ ഇങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട്. ഇപ്പം
ആസ് എ സിനിമാറ്റോഗ്രാഫർ ഞാൻ ബാക്ക് ടു ബാക്ക് സിനിമ ചെയ്യുന്ന ആളല്ല. ചെറിയ ബ്രേക്കിന് ശേഷം അപ്പം തന്നെ വേറെ ഞാൻ തുടങ്ങാൻ ശ്രമിക്കാറുണ്ട്. നേരത്തെ വർഷത്തിലൊരു പടമൊക്കെയാണ് ഞാൻ ചെയ്തിരുന്നത്. ഇങ്ങനെ ബാക്ക് ടു ബാക്ക് വർക്ക് ചെയ്യുന്ന DPs ആണെങ്കിൽ പോലും അവർക്കൊരു 10-20 അസിസ്റ്റൻസ് ഉണ്ടാവും. എന്നിട്ടൊരു അതിൽ കുറച്ച് പേരെ ആയിരിക്കും ഒരു വർക്കിന് കൊണ്ടുപോകും. എന്നിട്ട് അവർ ഇതിനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഫോർ ഈച്ച് വർക്ക്. എനിക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ല ഇവിടെ. ഐ എം നോട്ട് ദാറ്റ് ബിഗ്, ഐ എം സ്റ്റിൽ എ റുക്കി. ഞാൻ ഇവരുടെ അടുത്ത് പറയാന്ന് പറഞ്ഞാൽ എനിക്ക് ആ കൂടെ 4-5 പേരെ കൂടെ നിർത്താൻ പറ്റുള്ളൂ. ഒന്നാമത് കാര്യം ചെയ്യുന്ന പടങ്ങൾ മലയാളത്തിലാണ്, ചെറിയ പടങ്ങളാണ്. അപ്പോൾ ഇവിടെ എനിക്ക് 10-12 അസിസ്റ്റൻസിന് നിർത്തിയിട്ട് കാര്യമില്ല, കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇഫ് യു ക്യാൻ വെയിറ്റ്, ഇതിലാരെങ്കിലും ഇങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയി പോകുന്തോറും നമ്മൾ താഴെ നിന്ന് ആരെങ്കിലും കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ ഇഫ് യു വെയിറ്റ് ആൻഡ് കീപ് ഇൻ ടച്ച് വിത്ത് മീ ഡെഫിനറ്റ്ലി വിൽ തിങ്ക് അബൌട്ട് ഇറ്റ് എന്ന് ഞാൻ പറയാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറെ കുറച്ച് പിള്ളേരുണ്ട്, അവർ ഓൾറെഡി വർക്ക് ചെയ്യുന്ന പിള്ളേരാണ്, പല DPsനെയും അസിസ്റ്റ് ചെയ്യുന്ന പിള്ളേരായിരിക്കാം, പഠിച്ചിറങ്ങിയിട്ട് പടം ചെയ്യാൻ നിൽക്കുന്ന പിള്ളേരായിരിക്കാം. പക്ഷെ അതിന് മുമ്പ് എൻ്റെ ഒരു വർക്ക് കണ്ടിട്ട് എൻ്റെ വർക്കിംഗ് സ്റ്റൈലും പരിപാടിയൊക്കെ ഇഷ്ടമായി. ഇതിന് ശേഷം ഞാൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഞാൻ എൻ്റെ ലൈറ്റിംഗ് പാറ്റേൺ എന്താണ്, അല്ലെങ്കിൽ എൻ്റെ വർക്ക് ഫ്ലോ പൈപ്പ് ലൈൻ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ടും പിള്ളേർ വരാറുണ്ട്. അങ്ങനത്തെ പിള്ളേർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി കൊല്ലങ്ങളോളം എൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്യാനൊന്നും താല്പര്യമില്ല. ദേ ജസ്റ്റ് വാണ്ട് ടു സീ, സ്റ്റഡി ആൻഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ആം ഐ ഡൂയിങ് ആൻഡ് ഡു ഇറ്റ് ഇൻ ദെയർ ഓൺ വേ, അതിൽ നിന്ന് പഠിച്ചിട്ട്. അപ്പോൾ അങ്ങനെ പിള്ളേരൊക്കെ വരുമ്പോൾ ഞാൻ ഒരു മാസമൊക്കെ അവർ അക്കോമഡേറ്റ് ചെയ്യാറുണ്ട്. അവർ അസിസ്റ്റൻസ് ആയിരിക്കില്ല, ദേ വിൽ ബി ദെയർ ഓൺ മൈ സെറ്റ്. അവർക്ക് കാണാം ഇപ്പോൾ ഇവിടെയാണ് നമ്മുടെ സീൻ നടക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുറത്തുനിന്നൊരു പയ്യൻ വന്ന് കാണാൻ പോലും പറ്റില്ലല്ലോ, അവർ താഴെ നിൽക്കണ്ടേ. പക്ഷെ ഇവർക്ക് എല്ലായിടത്തും ആക്സസ് ഉണ്ടാവും. They can be in the monitor, they can come see the lighting and interact with everyone. ആരോട് വേണമെങ്കിലും സംശയം ചോദിക്കാം. ഒരു ഇന്റേൺഷിപ്പ് ഒക്കെ പോലെ അവർ വർക്ക് ചെയ്യുന്നില്ല, അപ്പൊ പിന്നെ ഇന്റേൺഷിപ്പ് ആവുന്നില്ല. അത്രേ ഉള്ളൂ. അത് എന്നാൽ കഴിയുന്ന സഹായം. കാരണം വെച്ചാൽ എനിക്ക് എല്ലാവരെയും കൂടെ അസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാനും സ്ട്രഗിൾ ചെയ്തതാണ് ഈ ഓരോരുത്തരുടെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും. ഞാനും ഒരുപാട് ഇപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന DPs ഒക്കെ ഉണ്ടാവുമല്ലോ, എല്ലാവരുടെ കൂടെയും വർക്ക് ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ. പക്ഷെ ലേൺ ഫ്രം ദം, വിത്ത് ദം ഓർ വിതൗട്ട് ദം, ഡസന്റ് മാറ്റർ. ഫിലിമിന്ന് ഷൂട്ട് ചെയ്യൽ നിർത്തിയിട്ട് ഡിജിറ്റൽ ഷൂട്ട് ചെയ്യുമ്പോൾ ചിലവ് കുറയും എന്നൊരു തിയറി ഉണ്ടായിരുന്നു ഡിജിറ്റൽ വന്ന സമയത്ത്. പക്ഷെ അതത്ര ശരിയല്ല, അതൊരു ചതിയാണെന്ന് അമൽ നീരത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് രണ്ടും ഏറെക്കുറെ ഒരേപോലെ പോയിക്കൊണ്ടിരിക്കണം. കുറേ ഫുട്ടേജ് എടുത്തുകൊണ്ട് എഡിറ്റർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ടിരിക്കുകയാണ്, 6 മണിക്കൂറൊക്കെ ഫുട്ടേജ് കൊടുത്തിട്ട് എന്താണ് അങ്ങനെ അറിയാണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു സ്ഥലത്ത് കേൾക്കുന്നു. ശരിക്കും ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഡിസിപ്ലിൻ ഇപ്പം മിസ് ചെയ്യുന്നുണ്ടോ? ഡിസിപ്ലിനേക്കാൾ കൂടുതൽ കോൺഷ്യസ് ആയിരുന്നു, ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും നമ്മള്. ഡിസിപ്ലിൻ എന്ത് ഡിസിപ്ലിൻ? അങ്ങനെയല്ല, ഇപ്പൊ ഞാനും കേട്ടിട്ടുള്ള ടേം അത് തന്നെ, ഡിസിപ്ലിൻ എന്നാണ് കേട്ടിട്ടുള്ളത്. നമ്മള് കോൺഷ്യസ് ലെവല് നമ്മള് വേറെ ഹൈ ആയിരിക്കും, എവിടെയോ ആയിരിക്കും. ഇത് കേൾക്കാലോ, റോൾ ചെയ്ത് കഴിഞ്ഞാൽ ടിക് 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 ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും. അപ്പൊ ബാക്കി സൈലന്റ് ആവുമ്പോഴും ഇത് കേൾക്കാം. വൺസ് ഇത് നിൽക്കുമ്പോഴൊക്കെയാണ് ശ്വാസം വിടുന്ന ആള്. ആ ഒരു കോൺഷ്യസ്നെസ് എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ ഈ ക്യാൻ എന്ന് പറയുന്നത് അതിന്റെ വിലയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞത് അത് എങ്ങനെ പോയാലും ഹാർഡ് ഡിസ്കിന്റെ ആയാലും വില ഉണ്ട്. പക്ഷേ ഈ ക്യാൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൂടെ 4-5 മിനിറ്റ് ഇതിൽ ഷൂട്ട് ചെയ്യാൻ പറ്റൂ. ഒരു ദിവസത്തേക്ക് ഇത്ര ക്യാൻ അലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 10 ടേക്ക് കൂടുതൽ പോയാൽ ഒരു ക്യാൻ അവിടെ മിസ്സാവുകയാണ്. അപ്പോൾ ആ ക്യാനിൽ ആക്ച്വലി ഷൂട്ട് ചെയ്യേണ്ട സാധനം ഞാൻ പിറ്റേ ദിവസത്തേക്ക് വെക്കുകയാണ്. അവിടെ എനിക്ക് ക്യാൻസ് ഇല്ല, അലോട്ട് ചെയ്തിട്ടില്ല. പിന്നെ നൈറ്റിന് ഒരു ക്യാൻ, ഡേക്ക് വേറെ ക്യാൻ. ഫിലിമിന്റെ ടെമ്പറേച്ചർ മാറണ്ടടാ. ഇപ്പൊ ഡേയിൽ നിങ്ങൾ ഷൂട്ട് ചെയ്യണ 5-6 അപ്പൊ ഒരു ഡേ ലൈറ്റ് ടെമ്പറേച്ചറിനുള്ള ഒരു ഡേ ഫിലിം വരും. രാത്രി ആണെങ്കിൽ അത് അപ്പൊ തന്നെ ഊരി മാറ്റിയിട്ട് നൈറ്റ് ഇടും. തിര എന്ന് പറയുന്ന സിനിമ ജോമോൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത് നൈറ്റ് ടെമ്പറേച്ചറിലുള്ള ഫിലിമിലാണ്. അത് സാധാരണ നമ്മൾ ഡേ ഷൂട്ട് ചെയ്യുന്ന ഫിലിമിലല്ല, ക്യാനിലല്ല, രാത്രി ഷൂട്ട് ചെയ്യുന്ന ക്യാനിലാണ്. അതിന്റെ വൈറ്റ് ബാലൻസ് ഒക്കെ വേറെ തന്നെയായിരുന്നു. അതാണ് ടോൺ അങ്ങനെ ഇരിക്കുന്നതെന്നല്ല, ആ ടോൺ അങ്ങനെ ആക്കാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് കുക്ക് ചെയ്തെടുക്കുമ്പോൾ തന്നെ ആ ടോണിൽ ഇരിക്കില്ല. കുക്ക് ചെയ്യുമ്പോൾ അതിനെ സഹായിക്കും. പോസ്റ്റിൽ നമുക്ക് ഓക്കെ ഡെഫിനറ്റ്ലി സിനിമാറ്റോഗ്രാഫർ ഹാവ് ദാറ്റ് ഇൻ മൈൻഡ്. ഓക്കെ ഇത് ഇങ്ങനെ പിടിക്കണം, ആ ഒരു സെൻസിലാണല്ലോ ഷൂട്ട് ചെയ്യുന്നത്. അതിന് ഡെഫിനറ്റ് ആയിട്ട് ആ ടെമ്പറേച്ചർ, ഇമേജിന്റെ ടെമ്പറേച്ചർ ഹെൽപ്പ് ചെയ്യും. ഇത്രയും കോംപ്ലിക്കേഷൻ ഇല്ലല്ലോ. പക്ഷെ ഡിജിറ്റലിൽ ഇപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന
ഒരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ജിംഖാനയിൽ തന്നെ ഇവർ വെയിറ്റ് നോക്കുന്ന സീനില്ലേ, ഈ വെയിറ്റ് നോക്കുന്ന സീൻ, അതായത് ഒന്നാമത്തെ കാര്യം ഇത്രയും പിള്ളേരെ നമ്മൾ അണ്ടർവെയർ ഇട്ടിട്ട് ഇതിനെ നിർത്തി കുറച്ച് ക്രൗഡഡ് ആയിട്ടുള്ള സീനാണല്ലോ, സെറ്റപ്പ് ചെയ്തെടുക്കാൻ ഇത്തിരി സമയവും ഒക്കെ വേണം ആ സീൻ ഫുള്ള് ഷൂട്ട് ചെയ്തതിന് ശേഷം ആ കാർഡ് ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് എററായി. ക്യാമറ അസിസ്റ്റൻറ്റ് പയ്യൻ വന്നിട്ട് പറയണ, ഞാൻ പഠിച്ച പണി 18 നോക്കി, ഒരു പരിപാടി നടക്കണില്ല, റെഡിനെ വിളിക്കണം, ബോംബെയിൽ ഞാൻ വിളിച്ചിട്ട് ഇത് UK അയക്കണം എന്നുള്ള മൂടാ. എല്ലാം ചെയ്തു, UK വിളിക്കുന്നു, ബോംബെയിൽ വിളിക്കുന്നു, അത് ഒരു തരത്തിൽ റിക്കവർ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ എൻ്റെ വെൻഡർ, എൻ്റെ ക്യാമറ വെൻഡർ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ഈസ് എ ഫ്രണ്ട്, ഈ ബീൻ വർക്കിംഗ് വിത്ത് മീ ഫോർ ലോട്ട് ഓഫ് പ്രോജക്ട്സ്. അപ്പോൾ ജെന്യൂൻ ഒരു സുഹൃത്താണ്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഐ ട്രൈഡ് എവറിത്തിങ്, പക്ഷെ പരിപാടി വർക്കാവണില്ല. ഇയാൾ എന്ത് ചെയ്യാനാ, അത് ഡിജിറ്റൽ അല്ലേ, ഒരു എക്യുപ്മെൻറ്റ് ഫെയിലിയറായി. പക്ഷേ പുള്ളിക്ക് ഭയങ്കര വിഷമമായി. പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആ ഷൂട്ടിന് എന്ത് നഷ്ടം അല്ലെങ്കിൽ എന്ത് എക്സ്പെൻസ് ഉണ്ടായോ, ഐ എം റെഡി ടു പേ ദാറ്റ്. അപ്പോൾ പുള്ളി അതിന് വേണ്ടി റെഡി ആയിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യം, എൻ്റെ കൂടെ ഉള്ളൊരു അസിസ്റ്റൻ്റ് ഉണ്ട്, സജീവൻ എന്ന് പറഞ്ഞിട്ട്, അവൻ IT വർക്ക് ചെയ്തിട്ടുള്ളതാണ്. സിനിമ പ്രാന്ത് കാരണം എൻ്റെ കൂടെ ഇപ്പോൾ ഉണ്ട്. അങ്ങനെ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കാം, ഞാനൊന്ന് ഇഫ് യു ഡോണ്ട് മൈൻഡ് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഓക്കെ, ഒന്നുമില്ലാത്തതിനേക്കാൾ നല്ലതാണല്ലോ ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യണ്ടെങ്കിൽ. അപ്പോൾ ഇവൻ പറഞ്ഞത്, ഫയൽ അതിനകത്തുണ്ട്, നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും, പിന്നെ അതിൻ്റെ കൂടുതൽ ടെക്നിക്കാലിറ്റി എനിക്ക് അറിയില്ല, അത് അവനെ അറിയുള്ളൂ, അല്ലെങ്കിൽ അവൻ്റെ സുഹൃത്തുക്കൾക്കേ അറിയുള്ളൂ. വി റിക്കവേർഡ് ദാറ്റ് ഫുട്ടേജ് ഫ്രം എ തേർഡ് പാർട്ടി, ഫ്രം നോബഡി. അത് ഓതറൈസ്ഡ് ആയിട്ടുള്ള ആരുമല്ലാത്ത ഒരു നോബഡിയുടെ കയ്യിൽ നിന്ന് ഞങ്ങളത് റിക്കവർ ചെയ്തെടുത്തു എന്നുള്ളതാണ്. അന്ന് അങ്ങനെ ഒരുത്തരം ഉണ്ടായിരുന്നുകൊണ്ട് അത് നടന്ന, അല്ലെങ്കിൽ ആ ഫുട്ടേജ് മൊത്തം ഡിജിറ്റലിൻ്റെ പ്രശ്നങ്ങളും ഇതൊക്കെ തന്നെയാണ്. കൺവെൻഷനലായിട്ട് ഫിലിം സ്കൂളിൽ പോയിട്ട് സിനിമാറ്റോഗ്രഫി പഠിക്കാത്തത് കൊണ്ട് ഓപ്പൺ അപ്പ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് അറിയില്ല. ഫിലിം സ്കൂളിൽ പഠിക്കാഞ്ഞത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗുണം ഉണ്ടായിട്ടില്ല. ഫിലിം സ്കൂളിൽ പോയി പഠിക്കാൻ നമുക്കൊരു സാഹചര്യം, അതിനുള്ളൊരു അവസരം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും പോകാൻ വേണം, പഠിക്കാൻ വേണം. ഓക്കെ, എൻ്റെ സിറ്റുവേഷൻ വേറെ ആയിരുന്നു. എനിക്ക് ഇപ്പം സ്കൂളിലല്ലെങ്കിൽ പോലും എനിക്ക് വേറൊരു മീഡിയം ഉണ്ടായിരുന്നു. ആ സെയിം ആർട്ട് പഠിക്കാൻ തന്നെ എനിക്ക് പ്രാക്ടിക്കലായിട്ട് അവിടെ നിന്ന് പഠിക്കാമായിരുന്നു. അപ്പോൾ ഐ ചോസ് ദാറ്റ്. പിന്നെ ഫോർ മീ, ഞാനൊരു 23 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ അസിസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ 23-ാം വയസ്സിൽ പോയി ഇനി ഫിലിം സ്കൂളിൽ പോയി 2 വർഷം. 23 വയസ്സിലാണ് ക്ലിയർ ആയിരുന്നു ഞാൻ സിനിമാറ്റോഗ്രാഫർ ആണ് എന്നുള്ളത്? ഇല്ലടാ, അപ്പോഴാണ് തുടങ്ങിയത്. ഓക്കെ, അപ്പോഴാണ് ഞാൻ തുടങ്ങണേ. 28 വയസ്സുള്ളപ്പോഴാണ് ഞാൻ, 27 വയസ്സോ 26 വയസ്സോ ഉള്ളപ്പോഴാണ് ഞാൻ 26-ലാണ് ഞാൻ കരിക്കും വെള്ളം ഷൂട്ട് ചെയ്യണം. അപ്പോൾ എനിക്ക് ക്ഷമയില്ല, ഇനിയിപ്പോൾ ഫിലിം സ്കൂളിലൊക്കെ പോയി അതും കഴിഞ്ഞ് ഫിലിം സ്കൂളിൽ പോയാലും പിന്നെ വന്ന് അസിസ്റ്റ് ചെയ്യണ്ടേ, നേരെ പോയി അസിസ്റ്റ് ചെയ്തു. അതാണ് എൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. പല വലിയ ഫിലിം മേക്കേഴ്സ് ലൈക്ക് കശ്യപൻ, എവ്രി വൺ ബുൾഷിറ്റാണ് എന്ന് പറയുന്ന പോലെ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഡിസൈൻ സ്കൂളിൽ ജോയിൻ ചെയ്യാൻ ശരിയാണ് അല്ലേ, അതും ശരിയാണ്. പക്ഷെ ഞാൻ ഒന്നിനോടും എതിർപ്പില്ല. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ സാഹചര്യം അതിനനുവദിക്കുന്നുണ്ട്. ആൻഡ് യു ഹാവ് ദാറ്റ് ഇൻ മൈൻഡ് ആൻഡ് ഇഫ് യു വോണ്ട് ടു ഡു ഇറ്റ്, യു ഷുഡ് ഗോ ആൻഡ് സ്റ്റഡി ഇറ്റ് ഇൻ എ സ്കൂൾ. വൈ നോട്ട്? സാറന്മാർ ക്ലാസ്സിലെ ലെക്ചർ കിട്ടുക എന്നുള്ളതിലുപരി അറ്റ്ലീസ്റ്റ് എന്തോരം പിള്ളേരുണ്ടാവും സെയിം ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള. ആര് കണ്ട ഒരു കോമ്പിനേഷൻ പിന്നീട് വരില്ല എന്ന്. അങ്ങനെ എത്ര പേര് 3 Idiots ഒക്കെ അവരൊക്കെ ഒരുമിച്ച് പഠിച്ചതല്ലേ. അതൊന്നും ഫിലിം സ്കൂളില്ലെങ്കിൽ കിട്ടൂ. എനിക്ക് സ്കൂളിങ് എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അതാണ്. ലെക്ചറിന് ഇരുന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഞാനും ഇരുന്നിട്ട് ഞാൻ അതിനേലും ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കാര്യം കഷ്ടമായിരുന്നു ആസ് എ സ്റ്റുഡൻറ്റ്. ഇങ്ങനെ ആരെങ്കിലും ലെക്ചർ ചെയ്യാനൊക്കെ വിളിച്ചിട്ടുണ്ടോ? സ്കൂളിൽ 1 മണിക്കൂർ ലെക്ചർ ചെയ്യാൻ വേണ്ടി? ഇല്ല, എവിടെയെങ്കിലും അതുണ്ടല്ലോ, കുഴപ്പമില്ല, പോവാൻ തോന്നുന്നില്ലേ, വർക്കാണല്ലേ. നമ്മളിവിടെ എല്ലാവർക്കും എല്ലാം മനസ്സിലാവുന്നുണ്ട്. നമുക്കങ്ങനെ ടേംസ് ഇപ്പോൾ അറിയാത്തവരുണ്ടെങ്കിലും ആ കാര്യം കമ്മ്യൂണിക്കേറ്റ് ആവുന്നുണ്ടല്ലോ. ലൈഫുള്ള ഫ്രെയിംസ് എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ 16 തൊട്ടിട്ട് സിനിമ ഫോളോ ചെയ്യുമ്പോൾ അതിൻ്റെ കരിക്കുമ്പോഴത്തിൽ ഒരുപാട് നല്ല ഷോട്ട്സ് ഉണ്ടെങ്കിലും ആശിശരത്ത് പൂച്ചയ്ക്ക് ഇങ്ങനെ മീനിട്ട് കൊടുത്താൽ പൂച്ചയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു ഷോട്ടുണ്ട്. അതിനും വല്ലാത്തൊരു ലൈഫുണ്ട്. അത് നമുക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. താങ്ക് യു സോ മച്ച്.
ജിംഷി എന്ന് പറയുമ്പോൾ ഇപ്പോൾ സാധാരണ ആളുകളുടെ മനസ്സിലേക്കൊക്കെ വരും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഷോർട്സ്, അങ്ങനത്തെ സിനിമകൾ. ഇപ്പം തല്ലുമാല ഉണ്ടാക്കുന്നു, പവറിൽ മറ്റേ 2 കാർ ചേസിങ് സീക്വൻസുകൾ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഒക്കെ ഇടയിൽ ഇപ്പോൾ ഒരു നല്ല പാട്ടിൻ്റെ ഇടയിൽ ഇൻ്റർവ്യൂടെ ഒക്കെ വരുന്ന പോലെ ലൈഫുള്ള ഇങ്ങനത്തെ ചില സീക്വൻസുകൾ വരും. ഇപ്പോൾ തല്ലുമാലയിൽ അച്ഛനും മകനും കൂടി നൈറ്റിൽ ഒരു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വരിക. സോ തോട്ട് ഏറ്റവും അധികം പോകുന്നത് ഏതിലാ? ഈ പറയുന്ന സാധാരണ ഫ്രെയിമിലേക്കാണോ കോംപ്ലിക്കേറ്റഡ് ഫ്രെയിമിലേക്കാണോ? ചില സീൻസും ചില സിറ്റുവേഷൻസും ചില സ്ക്രിപ്റ്റും ഡിമാൻഡ് ചെയ്യുന്ന ഏരിയയിലാണ് ഈ കോംപ്ലിക്കേറ്റഡ് ഷോട്ട്സ് വരിക. നമ്മൾ ഒരു കോംപ്ലിക്കേറ്റഡ് ഷോട്ട് എടുത്തേക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടൊരു ഷോട്ട് വെക്കുന്നതല്ല. ചില മൊമെന്റ്സ് ചില ഏരിയാസ് ഡിമാൻഡ് ചെയ്യും, അവിടെ അങ്ങനത്തെ ഒരു ഷോട്ട് വേണം, ഒരു മൂവ്മെന്റ്. ഞാനിപ്പോൾ പല മേക്കേഴ്സുമായിട്ട് വർക്ക് ചെയ്യുമ്പോഴും, ഇപ്പോൾ കേരളത്തിലാണെന്നുണ്ടെങ്കിലും കേരളത്തിന് പുറത്താണെന്നുണ്ടെങ്കിലും, ഇപ്പം എന്നെ വിളിക്കുന്നത് ആക്ഷൻ പടം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനീഷ്യൽ ഡിസ്കഷൻസിലൊക്കെ they wanted to use some fancy equipments, robotic arms and everything. അപ്പോൾ നമ്മളൊരു സീൻ അല്ലെങ്കിൽ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ എന്നോട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്ന പെർട്ടിക്കുലർ സീൻ നമുക്ക് ഇന്ന സാധനം വെച്ചെടുക്കാം. They wanted it like that. അങ്ങനെയും സിറ്റുവേഷൻസ് ഉണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തല്ലുമാല പോലുള്ള അതിൽ കാണുന്ന ഒരുപാട് ഷോട്ടുകൾ, ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നിക്കുന്ന ഒരുപാട് ഷോട്ടുകൾ, അതിൻ്റെ ഡിമാൻഡ് എന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചും ഇതിൻ്റെ വാട്ട് കൈൻഡ് ഓഫ് സ്റ്റൈൽ യു ഷുഡ് അഡോപ്റ്റ് ടു ടെൽ ദ സ്റ്റോറി, അതും കഴിഞ്ഞതിന് ശേഷം നമ്മളിലുണ്ടായിരുന്ന ഒരു ഡിസ്കഷനാണ്. ഞാനായാലും റഹ്മാനായാലും മുസ്നായാലും നമ്മൾ തമ്മിൽ ചോദിച്ചത് ഇതെങ്ങനെ ഇരിക്കണം, ഹൗ ഇറ്റ് ഷുഡ് ഫീൽ, നോട്ട് ലുക്ക്, അതിൻ്റെ ലുക്സ് എങ്ങനെ ഇരിക്കണം എന്നല്ല, ഇത് നമ്മൾ പടം കണ്ടു പോകുമ്പോൾ സീൻ ടു സീൻ നമ്മൾ പോകുമ്പോൾ ഇതെങ്ങനെ ഫീൽ ചെയ്യണം അളിയ എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം. മൂസിൻ്റെ ഉത്തരം ഉണ്ടായിരുന്നു, അളിയ ഇതിൽ വേറെ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. നമ്മൾ ഒരു ഇൻസ്റ്റഗ്രാം ആപ്പ് എടുത്തിട്ട് നമ്മൾ ചുമ്മാ സെർച്ച് ബട്ടണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ എങ്ങനെ ഇരിക്കുമോ അങ്ങനെ ഇരിക്കണം ഇതിൻ്റെ ഫീലും എന്നുള്ളതാണ് പുള്ളി പറഞ്ഞത്. അപ്പം പുള്ളി എഴുതിയ പല സീൻസും മൊമെൻറ്റ്സും ഒക്കെ നമ്മളൊരു ഇൻസ്റ്റഗ്രാം റീല് പോലെ തന്നെ ആക്കാനുള്ള ഒരു ശ്രമങ്ങളൊക്കെ അവിടെ ഒരുപാട് നടന്നിട്ടുണ്ട്. അത് ആ പെർട്ടിക്കുലർ സിനിമ ഒരുപാട് സീൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ഫിലിം മേക്കേഴ്സും വേറെ സിനിമകളൊക്കെ നമ്മൾ റെഫർ ചെയ്യും, ഡോക്യുമെൻ്ററീസ് ഒക്കെ റെഫർ ചെയ്യാറുണ്ട്. ഞങ്ങൾ ഇൻസ്റ്റഗ്രാം റെഫർ ചെയ്തിട്ടാണ് പടം അതിൻ്റെ ഒരു ലുക്ക് ആൻഡ് ഫീല്, സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ, ഞാൻ ഇതിൻ്റെ ആക്ഷൻ സീക്വൻസിന് അല്ലെങ്കിൽ പാട്ടൊന്നും അല്ല പറയുന്നത്, അതിൻ്റെ സ്റ്റോറി ടെല്ലിങ്ങിനെ സ്വാധീനിക്കാൻ തരത്തിലുള്ള ഒരു റെഫറൻസ് ഞങ്ങൾക്ക് ബേസിക്കലി കിട്ടിയത് ഇൻസ്റ്റാഗ്രാം റീൽസുകളിൽ നിന്ന് തന്നെയാണ്. കമ്മിങ് ടു ആലപ്പുഴ ജിംഖാന, നമ്മൾ ബോക്സിംഗ് റിങ്ങിനകത്തെ ആക്ഷൻ സീക്വൻസുകൾ ഇതിനു മുമ്പ് ഒരുപാട് കണ്ടിട്ടുണ്ട്. ആൻഡ് ആ കൺവെൻഷനുകളിലൊന്നും അല്ല ആലപ്പുഴ ജിംഖാനയുടെ കൊറിയോഗ്രഫി വരുന്നത്. ഭയങ്കര ബോക്സിംഗ് എന്ന സ്പോർട്ടിനോട് ഭയങ്കര ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മൾ ടി വിയിലൊക്കെ കാണുന്ന ബോക്സിംഗ് മാച്ചുകളെ പോലെ തന്നെയാണ് ആ ബോക്സിംഗ് മാച്ചുകൾ ഇരിക്കുന്നത്. സിനിമാറ്റിക് ആയിട്ട് അത് ഷൂട്ട് ചെയ്യണ്ട, ബോക്സിംഗ് സ്പോർട്ടിന്റെ ഒരു മത്സരം പോലെയാണ് ഷൂട്ട് ചെയ്യേണ്ടത്. ആ ക്രിയേറ്റീവ് കോഡ് എങ്ങനെയാണ് വന്നത്? അത് സിനിമാറ്റിക് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഡെഫിനറ്റ്ലി അതൊരു കംപ്ലീറ്റ് ഡോക്യുമെന്റേഷൻ പോലെ അല്ലല്ലോ, അതുകൊണ്ടാണ് ഇപ്പൊ മേക്കിംഗ് വീഡിയോസിലൊക്കെ കണ്ടാൽ മനസ്സിലാവും. ഇപ്പൊ എനിക്കും റിങ്ങിനകത്ത് കയറി നിന്ന് അവരുടെ കൂടെ നിന്ന് വർക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നത് ആ സിനിമാറ്റിക് അനുഭവം അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അതർവൈസ് നമ്മളൊരു 4 ക്യാമറ റിങ്ങിൻ്റെ പുറത്ത് പ്ലേസ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ ആംഗിൾസിൽ നിന്ന് ഒരു ടെലി ലെൻസ് വെച്ചിട്ട് അത് ഡോക്യുമെന്റ് ചെയ്തെടുക്കുക, എല്ലാം ഒരു ഇഞ്ച് വിടാതെ നമുക്കത് പതിഞ്ഞു കിട്ടും. സിനിമാറ്റിക്കലി നമുക്ക് അതിനെങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ഘടനയാണ് നമ്മൾ പലതരത്തിൽ ഷൂട്ടിംഗ് അഡോപ്റ്റ് ചെയ്യേണ്ടി വരുന്നത്, അവരുടെ കൂടെയും അതല്ലാതെയും ഒക്കെ ആയിട്ട്. പക്ഷെ നമ്മളത് ഈ ആക്ഷൻ സെറ്റ് പീസുകൾ പോലെ വരുമല്ലോ ഇതിനകത്ത്. നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള ഈ എം കുമരനൊക്കെ പോലെയാണുള്ളതാണല്ലോ എനിക്കൊക്കെ ഇൻട്രൊഡക്ഷൻ. അപ്പൊ അങ്ങനത്തെ ഷോർട്സ് ഞങ്ങളതൊക്കെ തിയേറ്ററിൽ പോയി കാണുന്ന ആൾക്കാരാണ്. പിന്നെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, റഹ്മാനും ഞാനൊക്കെ തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടുണ്ട് എം കുമരൻ, സൺ ഓഫ് മഹാലക്ഷ്മി.
രസം പടങ്ങളാണത്. സീരിയസിൽ ഞങ്ങൾ വിചാരിക്കുന്നത് എന്താണെന്നറിയോ, ബദ്രി ആണല്ലേ, ഓക്കെ. ബദ്രി അതെനിക്ക് തോന്നുന്നു അത് ബദ്രി വിജയ് സാർ. അതിനു മുമ്പ് അവിടെ അത് തെലുങ്ക് പടമാണെന്ന് തോന്നുന്നു. ബദ്രി ഒരു വേറൊരു തെലുങ്ക് പടത്തിന്റെ പവൻ പവൻ കല്യാണിന്റെ പടത്തിന്റെ റീമേക്ക് ആണ്. ഞാൻ അതെല്ലാം കണ്ടിട്ടുണ്ട്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെ, വാപ്പാടെ ഉമ്മയുടെ കൂടെ ഇത് ഒരു തെലുങ്ക് ഡബ് കൂടെ ഞാൻ ചെറുതിൽ കണ്ടിട്ടുണ്ട്. ചിരഞ്ജീവി ചിരഞ്ജീവി ആൻഡ് നഗ്മ ഇവിടെ ഷേണായിസിൽ കിഡ്. അപ്പോൾ അതൊക്കെ ചെറുതിലേ മുതൽ നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ പറയുന്ന എല്ലാ സിനിമകളും ഞങ്ങളിലേക്കും കേറ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. വി ഓൾസോ ലൈക്ഡ് ഇറ്റ്. വി ഓൾസോ ഹാഡ് childhood and teenage. We were film buffs. ഇപ്പുറത്ത് നിൽക്കുന്നത് ഞങ്ങൾ വിചാരിച്ചിരുന്ന ഒരു വിദ്യാധാരണ ഇപ്പോൾ ഇവിടെയാണ് അത് മാറിക്കിട്ടിയത്. നിങ്ങളങ്ങനെ ഭയങ്കര ഇൻ്റർനാഷണൽ സ്റ്റഫ് മാത്രം കാണുന്ന അങ്ങനത്തെ ഒരു ബഞ്ച് ഓഫ് ആൾക്കാരായിരിക്കും എന്നായിരുന്നു കേട്ടോ. ഇങ്ങനത്തെ കൊമേഴ്ഷ്യൽ പടങ്ങളൊക്കെ കണ്ടിരുന്നു, അതിൽ നിന്ന് എന്താ പറയുക ഇൻസ്പിറേഷൻ പോലെ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ആദ്യമൊക്കെ എല്ലാം കാണുമായിരുന്നു, എല്ലാം വാട്ട് എവർ റിലീസസ്, എന്ത് സാധനം വെളിയിൽ വന്നാലും നമ്മളത് കാണുമായിരുന്നു. പിന്നീട് അത് കുറച്ച് ലിമിറ്റ് ചെയ്യാൻ തുടങ്ങി. ചിലത് നമ്മൾ എന്തിനാണ് ഇനി അത് കാണണം, അതിൽ നിന്ന് എന്ത് കിട്ടാനാ എന്ന് പറയുന്ന ഒരു കാര്യം. പക്ഷേ ആ മെൻറ്റാലിറ്റി മാറ്റിയത് എനിക്ക് തോന്നുന്ന അമ്പുക്കായിരിക്കും, റഷീദായിരിക്കും. പുള്ളി എല്ലാ സിനിമയും കാണും, ഹിന്ദി, തമിഴ്, അതായത് റിലീസാവുന്ന വാട്ട് എവർ കണ്ടന്റ് യു റിലീസ് ഹിൽ വാച്ച് ഇറ്റ്. മോസ്റ്റ്ലി അത് ഫസ്റ്റ് ഡേ തന്നെ പുള്ളി കാണും. അത് നമ്മുടെ നാട്ടിലെ കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കതിൽ നിന്ന് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി അത് ഫോറിൻ കണ്ടന്റുകളും കാണും. പുള്ളിയുടെ സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട് ആ സർക്കിളിൽ, ഇൻ്റർനാഷണൽ ഫിലിംസിൻ്റെ കളക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളത്. പക്ഷെ എങ്കിൽ പോലും പുള്ളിയുടെ സിനിമ കേറ്റർ ചെയ്യുന്നത് ഈ നാട്ടിലാണ്. ഇവിടെ എന്താണ് വിറ്റുപോകുന്നത് അല്ലെങ്കിൽ ആളുകൾ എൻജോയ് ചെയ്യുന്നത് എന്നും കൂടെ അറിയണ്ടേ. ഇപ്പം നിങ്ങൾ ഈ പൾസ് എന്ന് പറയുന്ന സാധനം അതും അറിയണമല്ലോ. അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിന് വേണ്ടിയും കൂടി ആവാം, ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിന് വേണ്ടിയും കൂടി ആവാം പുള്ളി അത് കാണുന്നത്. ഞാനും ഇപ്പോൾ കാണാൻ ശ്രമിക്കാറുണ്ട്, പക്ഷേ സമയം കിട്ടുന്നത് പോലെ നാട്ടിലെ കണ്ടന്റൊക്കെ കാണും. ഇപ്പോഴും കാണുന്ന കണ്ടന്റിൽ നിന്ന് സിനിമാറ്റോഗ്രാഫർ എന്നുള്ള രീതിയിൽ എനിക്ക് എന്ത് കിട്ടും അങ്ങനത്തെ ചോയ്സ് ഉണ്ട്. അങ്ങനെ ഐ എം നോട്ട് പ്രൗഡ് അബൌട്ട് ദാറ്റ്. ഇപ്പോൾ ഒരു പടം കാണുമ്പോൾ അങ്ങനെ ആയി പോകുന്നുണ്ട്. ഓക്കെ ഓക്കെ, മെറ്റീരിയലായിട്ട് മാത്രം ഇതിനെ കാണാൻ തുടങ്ങി എന്നുള്ളതാണ്. മറ്റേത് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഞാൻ ഇന്ന് ചിരിക്കുന്ന തമാശകൾക്ക്, അല്ലെങ്കിൽ ഞാൻ പണ്ട് ചിരിച്ചിരുന്ന തരത്തിലുള്ള തമാശകൾ ഇപ്പോൾ കേൾക്കുമ്പോൾ അതേപോലുള്ള സാധനം കേൾക്കുമ്പോൾ ചിരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ തമാശ അല്ലെങ്കിൽ പോലും വാട്ട് എവർ ദ തിങ് ഈസ് എനിക്ക് അതിനോട് റിയാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അതൊരു ടൈം ആവാം, അതും കടന്നു പോകുമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ അതിനൊരു മെറ്റീരിയലായിട്ട് മാത്രം കാണാൻ തുടങ്ങി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇപ്പോൾ ആരെങ്കിലും പറഞ്ഞോടിയാ നമ്മുടെ റെഫറൻസ് അതാണ്, അല്ലെങ്കിൽ ഇന്ന സാധനം ഒന്ന് കണ്ടു നോക്കൂ നമുക്ക്, അല്ലെങ്കിൽ ഞാൻ എൻ്റേതായ എന്തെങ്കിലും കണ്ടന്റിന്റെ റെഫറൻസിന് വേണ്ടി മാത്രം കാണുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ഭയങ്കര പോപ്പുലറായിട്ട് ഒരു സിനിമാറ്റോഗ്രാഫിനെ പറ്റി സംസാരിക്കുന്ന ഒരു സിനിമ വരാന്ന് ഫോർ 1917 ഓസ്കാർ കിട്ടിയ പടം, സിംഗിൾ ഷോട്ട്. അപ്പൊ നമ്മൾക്ക് അപ്പൊ നമ്മളിപ്പോ ആ പടം നോക്കുക, അവരുടെ ഒരു ഇമോഷണൽ ജേർണി എന്നുള്ള രീതിയിലാണ് നമ്മളെ പടം കാണുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും ആ ജേർണി എൻഡ് ചെയ്യുക എന്നുള്ളതായിരിക്കും നമ്മുടെ ഒരു ലോങ്ങിങ്. ബ്രോ അത് കാണുമ്പോൾ എങ്ങനെയായിരിക്കും, ഈ ക്യാമറ എങ്ങനെയാ പോയി അതായിരിക്കും മനസ്സിൽ വരിക? അറിയാതെ വരൂടാ. നമ്മൾ അതിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ പോലും ഒരു പോയിന്റിൽ ക്യാമറ ഗ്രൗണ്ടിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി പറഞ്ഞിങ്ങനെ വന്ന് വേറൊരിടത്തേക്ക് എത്തും. യെസ്, നമ്മൾ ആ മൊമെന്റിലായിരിക്കും. പക്ഷെ ഏതെങ്കിലും ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ എനിക്ക് തോന്നുന്നത് ഇതെങ്ങനെ ഇവിടെ എത്തി, ക്യാമറ നേരത്തെ അവിടെ ഇരുന്നല്ലോ, അതെങ്ങനെ അവർ മൂവ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അതായിരിക്കും ചിന്ത. മേ ബി ഐ മിസ് ലൈക്ക് കപ്പിൾ ഓഫ് സെക്കൻഡ്സ് ഫ്രം ദ സിനിമ. ഐ വിൽ ബി തിങ്കിങ് അബൌട്ട് ദ മൂവ്മെന്റ്സ്. അതുണ്ട്, അത് നല്ലതുമല്ല. ഞാൻ ഓവർ തിങ്ക് ചെയ്യണോണ്ടാവാം, ഒരു കാര്യത്തിനെ കുറിച്ച് ഇത്തിരി ഓവർ തിങ്കിങ് ഉള്ളതുകൊണ്ട് അതുകൊണ്ടാവാം അങ്ങനെയൊക്കെ ആയിപ്പോകുന്നത്. ചില കണ്ടന്റുകൾ ഞാൻ ഇരുന്ന് കാണാൻ പറ്റാറുണ്ട്. ഈ ജിംഖാനയിൽ ഇപ്പോൾ സാധാരണ ഇങ്ങനെ കുറച്ച് ലീഡ് ആക്ടേഴ്സ് അവരുടെ ഫിസിക്കൊക്കെ സെറ്റ് ചെയ്യണു, 6 പാക്ക് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള ചില സിനിമകളൊക്കെ നോക്കുമ്പോൾ അവരുടെ 6 പാക്ക് റിവീൽ ചെയ്യുന്നൊരു ഭയങ്കര ഷോട്ടൊക്കെ ഉണ്ടാവും, ഒരു ഷോ പീസ് പോലെ ഒരു ഷോട്ട് ഉണ്ടാവും. ജിംഖാനയിൽ അതില്ല. അതെന്താ, അത് ബോധപൂർവ്വം അങ്ങനെ ചെയ്യുന്നതാണ്? വളരെ ബോധപൂർവ്വം അത് ഒഴിവാക്കിയതാണ്. അത് ഞാനല്ല അത് ബോധപൂർവം ഒഴിവാക്കിയത്, അതിൻ്റെ ഡയറക്ടറാണ് അത് ബോധപൂർവം ഒഴിവാക്കിയത്. നമ്മൾ ട്രെയിനിങ് സോങ് ഉണ്ടല്ലോ ഇതിനകത്ത്, ഇവർ ട്രെയിനിങ്ങിൻ്റെ ഒരു ടൈമിലൂടെ കടന്നു പോകുന്ന ഒരു സമയമുണ്ട്, അതൊരു സോങ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഏരിയയൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ലുക്കും നസ്ലിനൊക്കെ ഒരു പ്രതീക്ഷയുണ്ട്, ഇപ്പോൾ എടുക്കും എൻ്റെ 6 പാക്കിൻ്റെ
ഷോട്ട് ഇപ്പം എടുക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഇവർക്കുണ്ട്. എന്നിട്ട് നസ്ലിനൊക്കെ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയും ചെയ്യിക്കാ എപ്പോഴാണ് എൻ്റെ ഷോട്ട് 6 പാക്ക് നമ്മൾ എടുക്കാടാ പറയും. പിന്നെ റഹ്മാനാണെങ്കിലും ഇത് കഴിഞ്ഞിട്ട് നമുക്ക് 6 പാക്കിൻ്റെ ഷോട്ട് എടുക്കാം എന്നൊക്കെ പറഞ്ഞവന്മാർ എന്നെ നിർത്തും. പക്ഷെ റഹ്മാൻ തന്നെ പറഞ്ഞത് വേണ്ട, നമുക്ക് മസിൽ കാണിക്കാന്നുള്ളതല്ല. ബേസിക്കലി അവരങ്ങനത്തെ ഒരു ശരീരമായിരുന്നില്ല. അവര് മറ്റേ ഫൈറ്റ് ഫിറ്റ് ആയിരുന്നു. അവര് മറ്റേ ലിഫ്റ്റ് ചെയ്ത് ബോഡി ബിൽഡ് വാട്ടർ കട്ട് ചെയ്ത് ഇങ്ങനെ റിപ്ഡ് ആയിട്ട് നിൽക്കുമല്ല അവര്. അത് ഹൗ എ ഫൈറ്റർ ഷുഡ് ലുക്ക് ഇൻ ഹിസ് പ്രൈം. അവരങ്ങനെയാണ് ഇരിക്കുന്നത്. ലീനാണ്. അതായത് ബോക്സറുടെ ഏതൊക്കെ ഏരിയാസിലെ മസിൽസ് ആയിരിക്കും അയാൾക്ക് വോളിയം പെട്ടെന്ന് വരിക. ചില മസിൽസ് അവർ വോളിയം വെപ്പിക്കില്ല. ഫ്ലെക്സിബിലിറ്റി ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവർ മസിൽസ് അവിടെ അധികം പിടിക്കില്ല. അവർ ഇവരുടെ ബോഡി നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്കത് ബോധപൂർവം തന്നെ ഒഴിവാക്കിയതാണ്. അതിനെ വേണ്ട എന്ന് തന്നെ വെച്ചു. അതിൻ്റെ ആവശ്യമില്ല എന്നാണ് തോന്നിയത്. ഞാനും അതിൽ കൺവിൻസ്ഡ് ആയിരുന്നു റഹ്മാൻ പറഞ്ഞതിൽ. ഒരു ബോക്സിംഗ് പടം എന്ന് പറയുമ്പോൾ ബ്ലഡ് ഷെഡ് ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കാം. പക്ഷേ ഇതിൽ അങ്ങനെയൊന്നുമില്ല. അത് ഈ ഫീൽ ഗുഡ് പിള്ളേരുടെ പടമാണ്, അതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചിട്ട് ഒഴിവാക്കിയതാണോ? അല്ല, അത് യഥാർത്ഥത്തിൽ ബ്ലഡ് ഷെഡ് നടന്നില്ലായിരുന്നു റിയലി. അതുകൊണ്ട് അതില്ല. ഇറ്റ്സ് എ റിയൽ സ്റ്റോറി. മുമ്പുള്ള ചില ഇന്റർവ്യൂകളിലൊക്കെയും ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞിട്ട് ജിംഷിയും റഹ്മാനും ഈ ബോക്സിംഗ് ഒക്കെ അസോസിയേറ്റ് ചെയ്തിട്ട് ഡിസ്ട്രിക്ട് ലെവലിലൊക്കെ പോയിട്ടുണ്ടെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. അന്ന് നടന്ന ഇൻസിഡൻസോ അല്ലെങ്കിൽ അന്ന് നടന്ന എന്തെങ്കിലും ഒരു സ്പെസിഫിക് സംഭവം ഇതിനകത്ത് സ്ക്രീൻ പ്ലേ സീൻസ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ടല്ലോ? എവറിത്തിങ് ഇസ് ദേർ. ഏതെങ്കിലും ഒരെണ്ണം പറഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷൻ പറഞ്ഞാൽ ഞാനത് ആണോ ഇല്ലയോ എന്ന് പറയാം. കാർത്തിക് ഫസ്റ്റ് ഇടി കൊണ്ടിട്ട് തരിപ്പാവുന്ന അതെ, സംഭവിച്ചതാണ്. പുള്ളി നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പയ്യൻ, അതായത് എൻ്റെ ക്ലാസ്മേറ്റാ. എൻ്റെ ക്ലാസ്മേറ്റാണ്. അത് ഈ വലിയ ഷിഫാസ് ചെറിയ ഷിഫാസ് എന്ന് പറയുന്ന 2 പേര് എൻ്റെ ക്ലാസ്സിലാണ്. എൻ്റെ കൂടെ പഠിക്കുന്ന 2 പിള്ളേരാണ്, ഈ വലിയ ഷിഫാസും ചെറിയ ഷിഫാസും. റഹ്മാൻ +1 പഠിക്കുന്നത്. റഹ്മാൻ ഓൾവേസ് ഹാങ് ഔട്ട് വിത്ത് ദീസ് ബോയ്സ്, +2 ബോയ്സ്. ഇവൻ +2 കൊമേഴ്സിലാണ് വന്ന് ഉച്ചക്ക് ചില്ലിങ്. അങ്ങനെ രൂപപ്പെട്ടൊരു ഫ്രണ്ട്ഷിപ്പും നമ്മളുടെ ഒരു പൊട്ട ബുദ്ധിയിൽ തോന്നിയൊരു ഐഡിയയുടെ പുറത്ത് നമ്മൾ തൃശ്ശൂർ ഇങ്ങനെ ഒരു കോമ്പറ്റീഷന്, സ്റ്റേറ്റ് കോമ്പറ്റീഷന് പോയായിരുന്നു ഡിസ്ട്രിക്റ്റ് കഴിഞ്ഞിട്ട്. ഈ ഷാനു എന്ന് പറയുന്ന കഥാപാത്രം അതും എൻ്റെ ക്ലാസ്സിൽ എൻ്റെ കൂടെ പഠിക്കുന്നതാണ്. ഈ ഡിസ്ട്രിക്റ്റിൻ്റെ മത്സരം നടക്കുന്ന സമയത്ത് റഹ്മാൻ അറിയാം, റഹ്മാൻ്റെ വെയിറ്റ് ക്ലാസ്സിൽ ഷാനു മാത്രമേ ഉള്ളൂ എന്നുള്ളത് റഹ്മാൻ അറിയാം. റഹ്മാൻ വന്ന് പറയുകയും ചെയ്തു ഷാനുവിൻ്റെ അടുത്ത്, നീ ഒന്നും പേടിക്കണ്ടാ, 1-2 അത് ചെയ്താൽ മതി, ഞാനും അങ്ങനെ തന്നെ പിടിക്കാം, ബാക്കി നമുക്ക് നോക്കാം എന്നുള്ള മൂഡിലാണ് അവർ ഇറങ്ങിയത്. റഹ്മാൻ പിടിച്ച് ആ ചെക്കനെ ഇടിച്ചു, എൻ്റെ കൂട്ടുകാരനെ റഹ്മാൻ റിങ്ങിലിട്ട് ഇടിച്ചു. റഹ്മാൻ അത് ജയിച്ചിട്ടാണ് റഹ്മാൻ സ്റ്റേറ്റിന് പോണത്. സ്റ്റേറ്റില് എവറിത്തിങ് വെന്റ് റിയലി ബാഡ്. ഇടി കിട്ടിയൊരു നസ്ലിനെ കിട്ടി ഇടിയൊക്കെ അവന് കിട്ടിയിട്ടുണ്ട്. കുറച്ച് ചക്കയൊക്കെ ജയിക്കുന്ന, അതായത് ബൈ ലക്കൊക്കെ ജയിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ടല്ലോ, അതിന് എത്ര റിയൽ ലൈഫ് ഇൻസ്പിറേഷൻ ഉണ്ട് ഇതില്? നമ്മുടെ പടത്തിൽ അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെയല്ല. ഈ എങ്ങനെങ്കിലുമൊക്കെ ഒന്ന് സ്റ്റേറ്റ് വരെ പോകുന്നതിൻ്റെ ഒരു ജേണി ഉണ്ടല്ലോ, അതാ ഞാൻ പറയുന്നത്. അപ്പൊ അതും നിങ്ങളുടെ റിയൽ ലൈഫിൽ എന്തെങ്കിലും? അതെ, അതുണ്ട്. ഇത് സ്റ്റേറ്റ് എന്തിനു വേണ്ടി ഇവർ സ്റ്റേറ്റ് ലെവലിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ആ ജില്ലാതല മത്സരം എങ്ങനെ നടന്നു, ഈ ഫ്രണ്ട്സ് എന്താണ് എന്നുള്ളത് അത് റിയൽ സ്റ്റോറിയാണ്. ഈ +2 തോറ്റിരിക്കുന്നു, പക്ഷെ സ്പോർട്സ് കോട്ടയിൽ ഇങ്ങനെ ബോക്സിങ്ങിന് ഒരു ഇതുണ്ട്, ഒരു കോട്ടയുണ്ട്, നമുക്ക് അവിടെ +2 തോറ്റിരിക്കുകയാണ് എന്നുള്ളതായിരുന്നില്ല. ബേസിക്കലി റഹ്മാൻ ഇസ് വെരി ഗുഡ് വിത്ത് ദിസ് അക്കാഡമിക്സ്. നല്ല മാർക്കൊക്കെ ഉള്ള ഒരു പയ്യനാ എല്ലാത്തിനും പഠിക്കുന്ന സമയത്തൊക്കെ. എൻ്റെ കേസ് ടോട്ടലി ഓപ്പോസിറ്റ് ആയിരുന്നു. ഭയങ്കര ദാരുണമായിരുന്നു എൻ്റെ അക്കാഡമിക്സ്. ബാഡ് ഇൻ സ്റ്റഡീസ്, അത്രേ ഉള്ളൂ. അതേപോലെ കുറച്ച് കൂട്ടുകാരും എനിക്കുണ്ട്. അപ്പോൾ ഇവന്മാർക്ക് ആർക്കും എന്നെ പോലെ തന്നെ ബുദ്ധിയില്ല, പഠിക്കാനുള്ളൊരു ബുദ്ധിയൊന്നുമില്ല. അവസാനം +2 വരെ ഞങ്ങളെങ്ങനെ തല്ലിക്കൂട്ടി ഒപ്പിച്ചതാണ്. അവിടുന്ന് ഇവ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കറിയാം, പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾക്കറിയാം പൊട്ടും. പിന്നെ സ്കൂളിലും അത്ര നല്ല പേരായിരുന്നില്ല, നല്ല പേര് കുരുത്തക്കേട് കാരണം നല്ല പേരായിരുന്നില്ല. ഞങ്ങൾക്ക് ഇന്റേണൽ മാർക്സും ടീച്ചേഴ്സ് തരൂല എന്നുള്ള കാര്യത്തിൽ ഉറപ്പായിരുന്നു. അല്ല, അവർ പറയുകയും ചെയ്തു, നീയൊക്കെ വരൂടാ, നീയൊക്കെ സ്റ്റാഫ് റൂമിൻ്റെ മുമ്പിൽ വന്ന് എൻ്റെ കാല് പിടിക്കും, നീ കണ്ടോ. അപ്പോൾ ഞങ്ങൾക്കറിയാം എന്തായാലും കാല് പിടിക്കേണ്ടി വരും. അപ്പോൾ അതിനു മുമ്പ് ഒരു ചെറിയൊരു ട്രൈ
നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞ ആളിയാ ഇത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇടിച്ചു തോപ്പിച്ച് ഗ്രേസ് മാർക്ക് വാങ്ങിക്കാം എന്നുള്ളൊരു വിദ്യാബോധമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഇത് ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ 30 മാർക്ക് എന്തോ ആണ് കിട്ടുക, തോറ്റാൽ 14-12 മാർക്ക് കിട്ടും പാർട്ടിസിപ്പേഷൻ. യാ അപ്പം ഞാൻ റെസ്ലിങ്ങിനും പേര് കൊടുത്തു. അപ്പം ഞാൻ അവിടുത്തെ റെസ്ലിങ്ങിൽ തോറ്റാൽ അതിനൊരു 15 കിട്ടും, ഒരു 15 കൂടെ വേണമല്ലോ. അപ്പം ഞാൻ ആം റെസ്ലിങ്ങിനും കൂടെ കൊടുത്ത്, അങ്ങനെ ടോട്ടലി 2നും കൂടെ തോറ്റാൽ 30 മാർക്കായി. എന്നിട്ട് ഞാൻ 2 വിഭാഗത്തിനും കൊടുത്തിട്ട് ഇതൊക്കെയാണ് പ്ലാനിങ്. ഇങ്ങനെ പ്ലാൻ ചെയ്ത് നിൽക്കുമ്പോഴാണ് റഹ്മാൻ ആക്ച്വലി ഹി വാസ് പ്രിറ്റി മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ ബോക്സിങ്. പിന്നെ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ട്, ഇതൊക്കെയാണ് മറ്റേ +2 കൊമേഴ്സിലെ പിള്ളേരുടെ പ്ലാനിങ് എന്നൊക്കെ അറിഞ്ഞപ്പോൾ പുള്ളിയും ജോയിൻ ചെയ്തു. പുള്ളി നമ്മുടെ കൂടെ ഓണായി സ്റ്റേറ്റ് വരെ പുള്ളി എത്തി. പക്ഷെ ഞാൻ ഡിസ്ട്രിക്റ്റിൽ തോറ്റുപോയി. ഞാൻ പറഞ്ഞ പോലെ തന്നെ റെസ്ലിങ്ങിൽ ഞാൻ തോറ്റു. ഇത് ആം റെസ്ലിങ്ങിൽ ജയിച്ചായിരുന്നു. ഞാൻ ഡിസ്ട്രിക്ട് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പോയില്ല, എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ആവശ്യം നടന്നു, മാർക്ക് കിട്ടി, അതുകൊണ്ട് ഞാൻ ഐ പുൾഡ് ബാക്ക്. ഇപ്പോൾ സ്ക്രിപ്റ്റിങ്ങിൽ എത്രത്തോളം ഇൻവോൾവ്ഡ് ആയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇല്ല, ഞാൻ അത്ര ഇൻവോൾവ് ആയിരുന്നില്ല. കാരണം ഞാൻ ഇൻവോൾവ് ആവേണ്ട കാര്യം ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വലി എന്നെ പോലെ തന്നെ ഈക്വലി ആ സിറ്റുവേഷൻ ആ മൊമെന്റ് ജീവിച്ചിട്ടുള്ള വ്യക്തിയാണ് റഹ്മാൻ. ആൻഡ് നമ്മുടെ പടത്തിൽ ജോജോന്റെ ലീഡ് ക്യാരക്ടർ എന്ന് പറയുന്ന അതിൻ്റെ ഒരു ആ ക്യാരക്ടറിന്റെ മേക്കിംഗ് എന്ന് പറയുന്നത് ഹി ഹാസ് അഡോപ്റ്റഡ് തിങ്സ് ഫ്രം ഹിസ് ലൈഫ് ഇറ്റ് സെൽഫ്, ലൈക്ക് ഫ്രം ഹിസ് ടീനേജ് ക്യാരക്ടറിന്റെ സ്വഭാവം. എനിക്കും തോന്നി കൂടുതൽ അയാളെ അതിൽ കൺഫ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ എന്താണ് പറയാൻ പോകുന്നത് എന്ന് അയാൾക്ക് ആക്ച്വലി അറിയാം. പക്ഷെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു അതിൻ്റെ ഇടയിൽ. നെസ്ലിൻ ലവ് ബോയ് ഒക്കെ ആയിട്ടാണ് ആക്ട് ചെയ്യുന്ന സമയത്ത് മൾട്ടിപ്പിൾ ക്രഷസ് ഒക്കെ ഉണ്ടാവുന്ന ഒരാൾ അത് അങ്ങനെ പെർഫോം ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ ചൈൽഡ്ഹുഡോ ടീനേജ് ഓർമ്മ വന്ന സന്ദർഭങ്ങളുണ്ടോ? എനിക്ക് റഹ്മാനെ പലതവണ ഇങ്ങനെ റിസംബിൾ ചെയ്യായിരുന്നു. ഇപ്പം പെർഫോം ചെയ്യുമ്പോൾ ഒന്നാമത്തെ കാര്യം റഹ്മാൻ ആർട്ടിസ്റ്റുമായിട്ട് റഹ്മാൻ ഇൻട്രാക്ട് ചെയ്യുന്ന കാണാൻ ചന്തമാണ്. ദ വേ ഹി interact and explain his stuff to his actors, അത് ഭയങ്കര ചന്തമാണ് അത് കാണാൻ. അത് വർക്ക് ചെയ്യാൻ ചെല്ലുമ്പോൾ ഞാനൊരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് ആ പടത്തിൽ ജോയിൻ ചെയ്യുന്നത്. അത് വേറൊരു DP ആയിരുന്നു, പുള്ളിക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ പുള്ളിയുടെ എന്തോ കാര്യമായിട്ട് അങ്ങനെയാണ് ഞാനത് ചെല്ലുന്നത്. ഞാൻ ചെന്ന് ഫസ്റ്റ് ദിവസം ഇഷ്ടപ്പെടുത്തിയൊരു കാഴ്ച എന്ന് പറയുന്നത് റഹ്മാൻ മമ്മൂക്കാക്ക് സീൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു മൊമെൻ്റാണ്. ഞാൻ അതിനെ ദൂരത്തുനിന്ന് ഇങ്ങനെ കണ്ടപ്പോൾ ഐ വാസ് ലൈക്ക് ഭയങ്കര സന്തോഷം തോന്നി. അത് ഭയങ്കര രസമാണ്. അപ്പോൾ ഇവൻ കാണിച്ചും കൊടുക്കും നസ്ലിനൊക്കെ ചില ഡൗട്ടൊക്കെ വരുമ്പോഴേക്കും അത് എങ്ങനെ എക്സാക്ട്ലി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതല്ല, പക്ഷെ അവനൊരു എക്സാമ്പിൾ അവിടെ കാണിച്ചു കൊടുക്കാനും എല്ലാം ശ്രമിക്കും. അപ്പോൾ പുള്ളി അറിയാതെ തന്നെ പുള്ളി ഒന്ന് അഭിനയിച്ചൊക്കെ അവിടെ പോയി ഇവിടെ പോയി ഇവർക്കൊരു ഇതിന് വേണ്ടിയിട്ട് ഒരു ക്ലിയർ പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ട് അത് കണ്ടിട്ടാണ് ഈ നസ്ലിനൊക്കെ പിക്ക് ചെയ്യുന്നത്. അപ്പോൾ എവിടെയെങ്കിലും അൺകോൺഷ്യസ് ആയിട്ട് ഐ മീൻ അല്ല ഒരു ഷാഡോ അവിടെ വന്നു പോവാം റഹ്മാൻ്റെ. അപ്പം എനിക്കത് റിസംബിൾ ചെയ്യാറുണ്ട് ഇടയ്ക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ലൈഫിലെ സീൻസ് അല്ലേ അവൻ സിനിമയിൽ ആക്കുന്നത്. ഒരു പയ്യൻ അവനെ പോലെ തന്നെ ഒരു ഏകദേശം അതുപോലെയൊക്കെ തന്നെ ഇരിക്കുന്ന ഒരു പയ്യൻ പെർഫോം ചെയ്യണം. ആൻഡ് ഇറ്റ് വാസ് ഫൺ. വർക്ക് ചെയ്ത 3 പടങ്ങൾ, അതിൽ 3 കോൺവെർസേഷൻ സീൻസ് ചോദിക്കണം. അപ്പം ഇതെങ്ങനെയായിരിക്കും കാലത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഓർമ്മയുണ്ടെങ്കിൽ പറയണേ. ഇപ്പം ബിജു മേനോൻ ചേട്ടൻ അപ്പുറത്ത് കരമന ജനാർദ്ദൻ്റെ മകൻ അദ്ദേഹമായിട്ട് അദ്ദേഹത്തിൻ്റെ ലവ് റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് പറയുന്ന ഫ്ലാഷ് ബാക്ക് സീൻ പറയുന്നൊരു കാര്യമുണ്ട്. അവൾ എന്തിനാണ് കെട്ടിപ്പിടിച്ചത് എനിക്കിപ്പോഴും അറിയില്ല എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ചായക്ക് കുടിച്ച് പറയുന്നൊരു സീനുണ്ട്. അപ്പം അതിന് കാര്യത്തിൽ എങ്ങനെയായിരുന്നു അവർ ബ്രീഫ് ചെയ്തതെന്ന് ഓർമ്മയുണ്ടോ? ആ പടം ഒരു ലൈക്ക് 40-something days, 45 close to 50 days എന്തോ ഷൂട്ട് ചെയ്തായിരുന്നു. ആ സീനൊക്കെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടം തുടങ്ങി ഏകദേശം ഒരു മാസമൊക്കെ ആയി. അതുകൊണ്ട് തന്നെ ബിജു ചേട്ടനൊക്കെ വളരെ ത്രൂ ആയി ആ ക്യാരക്ടറിൽ. ബൈ ദ ടൈം പുള്ളി ഇങ്ങനെ ഫൈനായി പുള്ളി അത് പെർഫെക്ഷനിലേക്ക് ഇങ്ങനെ എത്തിക്കുന്നൊരു ലെവലിലേക്ക് എത്തി. അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്തിയപ്പോഴേക്കും പുള്ളി വായിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് കിട്ടും. എൻ്റെ റഹ്മാന്റെ പണി അവിടെ കുറഞ്ഞു കിട്ടി. ബട്ട് ഇനീഷ്യലി ഇറ്റ് വാസ് ടഫ്.
എന്ന് വെച്ചാൽ റഹ്മാൻ ഒരുപാട് ടേക്ക് പോകുന്ന ഒരു ഡയറക്ടറാണ്. അവൻ തൃപ്തിയാവുന്നവരെ അവൻ പോവും. ചിലപ്പോൾ ഫസ്റ്റ് ഷോട്ട് ആയിരിക്കും യൂസ് ചെയ്യുക, ബട്ട് അത് പുള്ളി അതിനെ വിട്ട് പറഞ്ഞിട്ടില്ല എന്താണ് ഞാൻ ചോദിക്കുന്നത് എന്തിനാണ്, അല്ലാതെ കൂടുതൽ അങ്ങനെ പുള്ളി എക്സ്പ്ലെയിൻ ചെയ്യാറില്ല. ആ പടത്തിൽ തന്നെ സീനിൽ അങ്ങനെ കോമഡി ആയിട്ടൊന്നും നടക്കുന്നില്ല. ആക്ടേഴ്സ് ഭയങ്കര സീരിയസ് ആയിട്ട് തന്നെയാണ് സീനിനെ പെർഫോം ചെയ്യുന്നത്. ഇപ്പം അല്ലി അമ്പൽ കടവിൽ എന്ന അരയ്ക്ക് വെള്ളം എന്ന് ബിജുമേനോൻ പാടുന്നത് വളരെ സത്യസന്ധതയായിട്ട്, അയാൾ നല്ല പാട്ടുകാരനാന്നുള്ള രീതിയിലാണ് പാടുന്നത്. അപ്പുറത്ത് മറ്റേ ആസിഫക്കയുടെ ഒരു റിയാക്ഷൻ ഉണ്ട്, അനിയത്തിയുടെ ഒരു റിയാക്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ആശ്ചര്യത്ത് പറയുന്നുണ്ട് ദാസേട്ടൻ പാടുന്ന പോലെ തന്നെ ഉണ്ട് എന്നുള്ളത്. ആ സീനായിരുന്നു ടീസറായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അത് ഷൂട്ട് ചെയ്യുമ്പോൾ അപ്പം അങ്ങനെ മലയാള സിനിമ ആ ടൈപ്പ് ഓഫ് ഹ്യൂമറിലേക്ക് ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുള്ളൂ 16-ൽ. അത് പക്ഷെ ഭയങ്കര തിയേറ്റർ മൊമെന്റായിരുന്നു, ഭയങ്കര ചിരിയായിരുന്നു തിയേറ്ററിൽ. അത് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു പരസ്പരം ഉണ്ടായിരുന്ന കോൺവെർസേഷൻസ് ഓർമ്മയുണ്ടോ? യെസ്, എനിക്ക് ആ സീനൊക്കെ ഷൂട്ട് ചെയ്യുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതൊക്കെ വെരി ഇനീഷ്യൽ ഡേയ്സ് ആണ്, ഷൂട്ടിന്റെ വെരി ഇനീഷ്യൽ ഡേയ്സ് ആണ്. റഹ്മാൻ സ്ട്രഗിൾ ചെയ്യുന്ന ദിവസങ്ങളാണ്. സമയം എടുത്ത് തന്നെയാണ് ഷൂട്ട് ചെയ്തത്. ഇറ്റ്സ് ഓൾ അതിന്റെ ക്രെഡിറ്റും അവന് തന്നെ കൊടുക്കേണ്ടി വരും. ഹൗ ഷുവർ വി വർ വൈൽ ഡൂയിങ് ദാറ്റ്. യെസ്, ആ സമയത്ത് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ ഇതേപോലുള്ള സട്ടിൽ കോമഡീസ്, അതായത് റിയാക്ഷൻ ഷോട്ട് വെച്ചിട്ട് ആളെ ചിരിപ്പിക്കുക എന്ന് പറയുന്ന ടൈപ്പ് ഒരു കോമഡി ആയിട്ടൊരു കോമഡി പറയുന്നത് ഞാനായിരിക്കും. പക്ഷെ തൻ്റെ ഫേസ് കാണിക്കുമ്പോഴാണ് അവിടെ ചിരിക്കുക എന്ന് പറയുന്ന ടൈപ്പ് സട്ടിലിറ്റി ഒക്കെ പിടിച്ച് വരുന്ന സമയമാണ്. പക്ഷെ വലിയൊരു മൊമെന്റ് നടന്നു കഴിഞ്ഞു. നമ്മൾ ആ പടമൊക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ ആഷിഖ് കപൂറിനെയൊക്കെ പോലത്തെ ഡയറക്ടേഴ്സ് ഫീൽ ഗുഡ് പടങ്ങളും കാര്യങ്ങളൊക്കെ ഒരു വേറൊരു ഏരിയയിൽ നിന്ന് ഇങ്ങനെ നല്ല രീതിയിൽ അത് പിക്ക് ചെയ്തുകൊണ്ട് വരുന്നൊരു ടൈമായിരുന്നു. അങ്ങനെ ഡൗട്ട് ഉണ്ടായിരുന്നില്ല ഒന്നിലൊരു പേടി, ഇത് വർക്കാവോ ഇല്ലയോ. വി വർ ഷുവർ അബൌട്ട് ഇറ്റ്. സിംപ്ലിസിറ്റിയിൽ വിശ്വാസം ഉണ്ടായിരുന്നു. അടുത്തൊരു കോൺവെർസേഷൻ ഉണ്ടെങ്കിൽ മമ്മൂക്ക അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ തുടങ്ങിയത്, പോലീസ് സ്റ്റേഷനിൽ പോയി എങ്ങനെ അടിയുണ്ടാക്കി എന്നുള്ള സാധനം ഇപ്പോൾ ഒരുപാട് റീലൊക്കെ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അത് കാണാൻ വേണ്ടി പറ്റും. ആ സമയത്ത് ആ ഷോട്ട് ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ കുറച്ചൊരു സ്റ്റോറി ടെല്ലിംഗ് മോഡലാണെന്ന് പറയുമ്പോഴും ഭയങ്കര ഈസി ആയിട്ടാണ് പറയുന്നത്. പുള്ളി അവിടെ ജസ്റ്റ് ഇരുന്ന് എണീറ്റ് പോകുന്ന സമയത്ത് ആ കഥയുടെ അകത്ത് ആ കഥയുടെ ക്ലൈമാക്സ് വരുന്നത്. ആ സമയത്ത് അങ്ങനെ ഒരു ബ്രീഫിംഗ് നടന്നതായിട്ട് അപ്പോൾ ഉണ്ടാവും. റഹ്മാന്റെ ബ്രീഫിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിഗ് ബ്രീഫിംഗ്. വലിയ ബ്രീഫിംഗ് ആണ്. പുള്ളി ഒരു പ്ലേ ചെയ്യണ പോലെ തന്നെയാണ് അത് നിന്ന് ബ്രീഫ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ മമ്മൂക്ക കാണുന്നുണ്ടെങ്കിലും ഇപ്പൊ മമ്മൂക്ക ആയതുകൊണ്ട് പുള്ളി പാതി പറഞ്ഞ് ബാക്കി സ്റ്റാർ നോക്കിക്കോളും എന്ന് പറയുന്ന പോലെയല്ല. ഹി മേക്ക് ഷുവർ ഹി ഡസ് ഹിസ് ജോബ്. പണിയെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ പുള്ളി ഉറപ്പുവരുത്തും. അതിപ്പോൾ ഉണ്ടായാലും ആ ഒരു യുനോ റെസ്പെക്റ്റ് മമ്മൂക്കാക്കും ഞങ്ങളോടുണ്ടായിരുന്നു. ഞെട്ടിപ്പോയായിരുന്നു ഞാൻ. ഐ വാസ് അമേസ്ഡ് ബൈ ദ റെസ്പെക്ട് ഹി ഹാഡ് ഫോർ അസ്, ദ വേ ഹി ബിഹേവ്ഡ് വിത്ത് അസ്, കോപ്പറേറ്റഡ് വിത്ത് അസ്. ഞാൻ ഇപ്പം നിങ്ങളായാലും ഒരു ഇൻ്റർവ്യൂ മമ്മൂക്കായിട്ട് എടുക്കാൻ പോകുമ്പോൾ ഓരോരുത്തർ ഉള്ളിലൊരു കാന്തലുണ്ടാവുമല്ലോ. നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ കേട്ടുള്ള കഥകളും അങ്ങനെ വെച്ചാൽ പുള്ളി ഷോട്ടമ്പാടാണ്, എന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞാൽ ഗെറ്റ് ഔട്ടാണ്. പിന്നെ അനാവശ്യ ഫ്രൂട്ട്ഫുൾ അല്ലാത്ത കാര്യങ്ങളൊന്നും മണ്ടത്തരൊന്നും ചെന്ന് പറയരുതെന്നൊക്കെ ഉള്ള പോലെ ഒരുപാട് കേട്ടിട്ടുണ്ട് ഞാൻ. സൂക്ഷിക്കണം. ബട്ട് പുള്ളി എന്നെ കംഫർട്ടബിൾ ആക്കുവാണ് ചെയ്തത്. എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ മുകളിലാണ് അത്. എന്നെ അത്രയും പേടിപ്പിച്ചാണ് എൻ്റെ കൂട്ടുകാരൊക്കെ വിടുന്നത്. ആളിയാ നോക്കിയും കണ്ട് നിന്നോ. എൻ്റെ ഫസ്റ്റ് ഡേ he gave me a very nice experience, warm experience. അതിൽ തന്നെ നമ്മൾ ഫ്ലാറ്റായി. പിന്നെ ഫ്രം ദ സെക്കൻഡ് ഡേ ഇറ്റ് സെൽഫ് ലൈക്ക് he was making us comfortable, not the other way. അത് പുള്ളിയായിട്ട് വർക്ക് ചെയ്യാന്ന് പറയുന്നത് അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു എൻ്റെ.